ഭാര്യയെ പ്രാണന് തുല്യം സ്നേഹിക്കുന്ന എനിക്ക് അവളെ മോശയുടെ തന്തയും കൂടെ സഹിച്ചല്ലേ പറ്റൂ. കളിയാക്കുന്നവര് കളിയാക്കട്ടടാ, നിനക്കത് ചെയ്തോ? എന്തൊക്കെ പറഞ്ഞാലും നീ ഒരു നല്ല ഭർത്താവാ. ഭർത്താവോ? ചില കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും എന്റെ മരുമോള് നല്ലൊരു കുട്ടിയാ. അയ്യോ, കല്യാണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എന്തൊരു ചേർച്ച. ഭാഗ്യമുള്ളവർക്കാണെങ്കിൽ വിവാഹ ജീവിതം ഒരു സ്വർഗമാണ്, കാലക്കേട് പിടിച്ചവർക്ക് നരകവും. അളിയന്റെ അമ്മ അവിടെ ഇരുന്ന് എറിയുന്നതേ എനിക്കിട്ടും മാഡത്തിനിട്ടും ആണെന്ന് വ്യക്തമായിട്ട് മനസ്സിലായി. ഞങ്ങളുടെ മാരേജ് ലൈഫ് സ്വർഗവോ നരകവോ ഇനി അത് എന്ത് മാങ്ങയായിക്കോട്ടെ, നിങ്ങളെ ഞങ്ങൾ അങ്ങോട്ട് ക്ഷണിച്ചില്ല. അല്ല രാജുമോൻ ചൂടാവൊന്നും വേണ്ട. മോൻ ഏത് തങ്കച്ചിയെ കിട്ടിയാലും എനിക്കൊരു മണ്ണാങ്കട്ടയില്ല. പെറ്റതള്ളയെ കണ്ണീര് കുടിപ്പിച്ചിട്ട് ഏത് മഹാറാണിയെ കെട്ടിയാലും അതൊന്നും ഗുണം പിടിക്കത്തില്ല. ജയ, നീ നിന്റെ തള്ളയെ നിലക്ക് നിർത്തിയില്ലെങ്കിൽ ഇവിടെ വലിയ പ്രശ്നമാവും. ഇവരുടെ നാക്കേ ഒരു മൂർഖം പാമ്പ. സംസാരിക്കല്ല, വിഷം ചീറ്റ ചെയ്യുന്നത്. എപ്പോഴും ക്ഷമിക്കാൻ എനിക്ക് പറ്റിയതൊന്നും വരില്ല. അവര് കാര്യം പറഞ്ഞേ, നിങ്ങൾ എന്തിനാ ചൂടാവുന്നേ? അത് ശരി, നിന്റെ പ്രോത്സാഹനത്തോടെ അവര് വൃത്തിയോടൊക്കെ വിളിച്ചു പറയണതല്ലേ. ഇവര് ഋതുമോളുടെ അകമ്പടിക്കാരിയായിട്ട് നടക്കുമായിരുന്നല്ലോ. എപ്പോഴാ മറുകണ്ഠം ചാടിയത്? എടേ, നീ തീ കൊണ്ടാ കളിക്കുന്നത് കേട്ടോ. ഇവരൊക്കെ കളി കാണാൻ വന്ന കാണികളാ. കളി കണ്ട ആവോളം ചിരിച്ചിട്ട് ഇവരിവരുടെ പാട്ടിന് പോവും. അനുഭവിക്കേണ്ടത് നമ്മളാ, അത് നീ മറക്കണ്ട. സമാധാനത്തുള്ളൊരുത്തിരി ആഹാരവും കഴിപ്പിക്കത്തില്ല. ആഹാരം കഴിക്കുന്നവര് ആഹാരം കഴിച്ചിട്ട് പോണം, അല്ലാതെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ കയറി തറയിടയല്ല വേണ്ടത്. എന്നാൽ ഈ ആഹാരം എന്റെ പട്ടിക്ക് പോലും വേണ്ട. വന്നു കയറിയ വയ്യാവേലികളൊന്നും ഒരു സ്വൈര്യം തരില്ല. എനിക്ക് ചത്താ മതി. അകലെ